പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണത്തിന് ഇരയായ യുവതിയുടെ അമ്മ മുൻ ഭർത്താവ് മകളെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. 8ഓളം തവണ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും അമ്മ സ്മിത ആരോപിച്ചു. റിപ്പോർട്ട് കാണാം ആദ്യം. മുൻ ഭർത്താവ് പ്രശാന്തിനെതിരെ 8ഓളം പരാതികളാണ് ആസിഡ് ആക്രമണത്തിനിരയായ പ്രവിശ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. എന്നാൽ കാര്യക്ഷമമായി യാതൊരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നാണ് പ്രവിശയുടെ അമ്മ സ്മിത വ്യക്തമാക്കുന്നത്. ശാരീരിക പീഡനത്തിനു പുറമെ പ്രവിശയുടെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല വീഡിയോ ഉണ്ടാക്കി നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം പ്രശാന്ത് അയച്ചു കൊടുത്തു. അതിനെതിരെയും യാതൊരു നിയമ നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ് ഞങ്ങളെ പരാതികൾ ഒരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ, ഞാളിങ്ങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കും. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. ഞങ്ങളെ വീട്ടിൽ 8 കൊല്ലമായ വീട്, ഒരു 15 കൊല്ലമായ വീടിൻ്റെ പഴക്കമുണ്ട്. വെച്ചാൽ ഓനൊക്കെ ഒരു ജനലിന് പോലും ചില്ലില്ല. അതൊക്കെ പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ കാണിക്കലുണ്ട്. ഓരോ അതെല്ലാം കണ്ട് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് ഓല് പോകും. 7 വർഷം മുൻപ് സ്വന്തം മകനെ കൊലപ്പെടുത്താനും പ്രശാന്ത് ശ്രമം നടത്തിയിരുന്നു. കുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള നീക്കം തടഞ്ഞത് അയൽവാസിയാണ്. പിന്നീട് സ്കൂൾ അധികൃതർ പ്രശാന്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചെങ്കിലും സ്കൂളിലെത്തിയും ഭീഷണി മുഴക്കി. മൊത്തം മോനെ പിന്നെ ആസിഡ് വെച്ചൊക്കെ അന്ന, ഇത് ഒഴിച്ച് പെട്രോൾ വെച്ചൊക്കെ അന്ന. അപ്പോൾ അത് ചെറിയ മോനെയും കൊണ്ട് ഓള് ഓൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഓൻ്റെ വീട്ടിൽ നിന്ന് ഓളെ കാണാണ്ടായിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചേടിയാ ഒളിപ്പിച്ചെച്ചാൽ കാണിച്ചില്ലെങ്കിൽ വലിയോനെ ഞാൻ ഇവിടെ വെച്ചിട്ട് കൊല്ലും. 3 വർഷം മുൻപ് ഇരുവരും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് പ്രവിശയെ ശല്യം ചെയ്തത് തുടർന്നു. അതാണ് ഇന്നലെ രാവിലെയോടെ ഉണ്ടായ ആസിഡ് ആക്രമണത്തിലേക്ക് നയിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ ചികിത്സയിലാണ് പ്രവിശ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അങ്ങനെ കൊലപാതക കേസുകളുമായി ബന്ധപ്പെട്ട്, ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ, ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോലീസിന് മുന്നിലേക്ക് പരാതിയുമായി എത്തുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഗുരുതരമായ കേസുകളിൽ പോലും അതിൻ്റെ കാര്യസ്ഥിതിയും സാഹചര്യങ്ങളും തെളിവുകളും ഒക്കെ തന്നെ അതാത് ഇരകൾ സമർപ്പിച്ചിട്ടും കേസെടുക്കാതെ പ്രതികളുടെ തോളിൽ തട്ടി ഇങ്ങനെ വിടുന്നത്? വളരെ ഗുരുതരമായ അപകടമാണ്. ചെന്താമര കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. എത്രയോ ആളുകൾ പുറത്തിറങ്ങി പ്രതികാരം തീർക്കാനുള്ള വാക്കത്തിയുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടും ഷിബില കേസും ഒക്കെ തന്നെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം അഡ്വക്കേറ്റ് ആൻസൺ അലക്സാണ്ടർ, പൊതുപ്രവർത്തകൻ, അബ്ദുൽ മജീദ്, ഷിബിലയുടെ ബന്ധു എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ആൻസൺ അലക്സാണ്ടറിലേക്ക് ആദ്യം. അഡ്വക്കേറ്റ് ആൻസൺ, നോക്കൂ, എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്, ഗുരുതരമായിട്ടുള്ള കേസുകൾ. അതായത് ചെന്താമര കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അവിടുത്തെ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞിരുന്നു, എത്രയോ തവണ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയെങ്കിലും കിട്ടുമായിരുന്നു. ഷിബിലയുടെ പിതാവ് പറഞ്ഞെന്താണ്? ആ ഗുരുതര തെമ്മാടിക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി പോലീസ് എടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ മകൾ ഇന്ന് ജീവിച്ചേനെ. ഇന്നിപ്പോൾ ഇതാ ഈ അമ്മയും വിലപിക്കുകയാണ്. സ്മിത എന്ന ആ അമ്മ മകളെക്കുറിച്ച്, മകൾക്ക് ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇരയാകുമ്പോൾ ഇതിന് മുൻപും ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും സമാന രീതിയിലുള്ള ആക്രമണം മകനെതിരെ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പോലീസിന് എന്താണ്, ഇവരുടെ പ്രയോറിറ്റി എന്താണ്? എന്തിനാണ് ഈ സംവിധാനം ഇരിക്കുന്നത്? ഗുരുതര പ്രശ്നമല്ലേ ശ്രീ ആൻസണത്? ഇതിൻ്റെ അത് ഗുരുതര പ്രശ്നമാണോ അല്ലയോ എന്നതിൻ്റെ അതൊരു ചോദ്യമേ ഇല്ല. അതൊരു ഗുരുതര പ്രശ്നം തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീ, അവർക്കെതിരെ എന്താ പറയുക, അവരൊരു കൊഗ്നിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒഫൻസിൽ അവർ വിധേയരായി ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുമ്പോൾ അതിൻ്റെ അകത്ത് FIR ഇടുക എന്നുള്ളത് എന്ത് പറയുന്നത്, 2020 ഒരു സർക്കുലറായിട്ട് തന്നെ, ഇങ്ങനെ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഒരു സർക്കുലർ തന്നെ വരുന്നത്. DGPയുടെ ഒരു സർക്കുലർ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഭാരതീയ നീതി സംഹിതയുടെ 197 വകുപ്പിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ IPCയിൽ നേരത്തെ പറയുന്ന നമ്മളുടെ IPCയിൽ ആയിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ CRPCയുടെ 154(1) പോലും ഇത്തരത്തിലൊരു കൊഗ്നിസിബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ് ആണ് എന്ന് നമ്മൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അസോൾട്ട് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ള സമയത്ത് FIR ഇടുക എന്നുള്ളതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയൊരു വീഴ്ചയാണ്. അപ്പം ഇതിങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ പറയുന്നത് പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പല സെഷനുകളിലും പറയുന്നത് പോലെ, പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നമ്മൾക്ക് നിയമപരമായിട്ട് തന്നെ നടപടിയെടുക്കാൻ പറ്റും. നമ്മൾ ഇന്നേ വരെ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുള്ള എപ്പോഴെങ്കിലും ഇങ്ങനൊരു പോലീസ്, അത് 2 വർഷം വരെ പോലീസ് ഉദ്യോഗസ്ഥന് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് അദ്ദേഹം ചെയ്യുന്നത്. എവിടെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരം ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു സസ്പെൻഷൻ അപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു നടപടി എടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കുന്നില്ല? ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു പോലീസിന് നമ്മളുടെ
ഒരു സമൂഹത്തിന് സുരക്ഷ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ ഈ സുരക്ഷ നൽകുന്നതിനായിട്ട് വേറെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ പൊതുവെ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ പോലീസിനെ വിമർശിക്കരുത്, ഞങ്ങളുടെ ധൈര്യം പോകും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിഭാഗം പോലീസുകാർ ചെയ്യുന്ന കുറ്റത്തിന് മുഴുവൻ സേനയും കുറ്റപ്പെടുത്തരുത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള പല ഉത്തരങ്ങളുമാണ് പലപ്പോഴും വരുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും പലപ്പോഴും ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിലോട്ട് കടന്നു ചെല്ലുന്നത്. അപ്പൊ ആ കടന്നു ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പലപ്പോഴും പെൺകുട്ടികൾ പരാതി കൊടുക്കണോ വേണ്ടയോ എന്ന് ഒരുപാട് നാള് ചിന്തിച്ച് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി അത് ഇനി ഒരു നിവൃത്തിയും ഇല്ല, എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിലോട്ട് കടന്നു ചെല്ലുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഇങ്ങനെ ചെല്ലുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടാകുമ്പോൾ പിന്നീട് ആരെയാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത്? പണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നമ്മളൊരു കളക്ടർ വരുന്നൊരു പരിപാടിക്ക് നേരത്തെ ഒന്ന് അറിയിക്കുന്നതിനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അതൊരു സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ആൻസൺ, ഈ 7 വർഷം മുമ്പ് ഈ മകനെ ഇതുപോലെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ഈ പ്രതി തന്നെ ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ അതിനുശേഷം മോർഫ് ചെയ്ത് ചിത്രം പ്രചരിപ്പിക്കുന്നു ഈ പെൺകുട്ടിയുടെ. അപ്പോൾ ഗുരുതരമായ രീതിയിൽ മുൻപും ഇക്കാര്യങ്ങൾ ക്രൈം കമ്മിറ്റഡ് ആണ്. ഞാൻ ഇന്നിപ്പോൾ ബാലുശ്ശേരി സിയെ അല്പസമയം മുമ്പ് ടെലിഫോണിൽ വിളിച്ചു. കാരണം 8 തവണ പരാതി നൽകിയത് ഈ സ്റ്റേഷനിലാണ്. അവിടുത്തെ ഈ ബഹുമാനപ്പെട്ട ഈ ഏമാന്, ഈ പറയുന്ന അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറിന്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറിന് ഇതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം കൈമലത്തുന്നത് എന്നോട് ചോദിക്കുന്നത്, അയ്യോ ആണോ സംഭവിച്ചത്, അങ്ങനെയാണോ, എനിക്കറിയില്ല കേട്ടോ എന്ന് പറയുകയാണ്. അപ്പൊ ഇവരൊക്കെ എന്തിനാണ് അവിടെ ഇരുന്ന മരവാഴകളെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ? അല്ല, ഇത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല, ബാലുശ്ശേരിയിലോ താമരശ്ശേരിയിലോ മാത്രം പ്രശ്നമല്ല. കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളിലും നമുക്ക് ഈ ഒരു കാര്യം കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതാണ്, ഒരു പോക്സോ കേസ് ഉണ്ടെങ്കിൽ അയ്യോ ഞങ്ങളടുത്ത് പറയരുതേ എന്ന് പറയുന്ന പോലീസുകാരുള്ള സ്റ്റേഷനുകൾ നമ്മൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് മനുഷ്യൻ ധൈര്യപൂർവ്വം കടന്നു ചെല്ലുന്നത്, പോലീസിനെ ഭയമില്ലാതെ കടന്നു ചെല്ലുന്നത് ഈ നാട്ടിലുള്ള ക്രമസമാധാനം ഇല്ലാതെയാകുമെന്ന് വിശ്വസിക്കുന്ന പോലീസുകാരുള്ള നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിങ്ങനെയൊന്നും അല്ല ഈ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് പുള്ളി പറയുന്നതല്ലേ. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്ന് സ്വയം ചിന്തിക്കുകയും സർക്കാർ ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. തന്റെ ഒരു സർക്കിളിൽ വരുന്ന അല്ലെങ്കിൽ തന്റെ പോലീസ് സ്റ്റേഷനിൽ 1-2 പ്രാവശ്യം അല്ലല്ലോ ഒരു യുവതി ഒരു കേസുമായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയേറെ സമാനമായ രീതിയിൽ ഈ പറഞ്ഞ ഷിബിലയുടെ കുടുംബം ഈ പോലീസിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഇങ്ങനെ യാചിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ഇവിടെ ജീവിച്ചിരുന്നതിന്, ആ കുടുംബത്തിന്റെ, ആ പിതാവിന്റെ കണ്ണീർ നമുക്ക് കാണേണ്ടി വരികയില്ലായിരുന്നു. അബ്ദുൾ മജീദ്, ഷിബിലയുടെ ബന്ധു, നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ മജീദ്, താങ്കൾ എത്ര തവണ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ബിജു എന്താണെന്ന് തോന്നുന്നു, നമ്മൾ ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ് ബിജു, ഇപ്പോൾ നൌഷാദ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു PRO ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പേരിന് വേണ്ടി സസ്പെൻഡ് ചെയ്ത് അങ്ങനെ വഴിപാട് കഴിച്ചിരിക്കുന്നു, തലയൂരിയിരിക്കുന്നു. ഇപ്പോഴും സമാന സ്വഭാവമുള്ള ഏമാന്മാർ ആ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഷിബിലയ്ക്ക് സംഭവിച്ചതുപോലെയാണ് ഇന്നിപ്പോൾ ഒരു പെൺകുട്ടിക്ക് അങ്ങ് കോഴിക്കോട് തന്നെ ഈ സംഭവം ഉണ്ടാകുന്നത്. ആസിഡ് ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്നു. എന്താണ് അബ്ദുൽ മജീദ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? ഈ പോലീസ് സ്റ്റേഷനല്ലാതെ നമ്മൾ എവിടെ പോയി ചെല്ലണം? എത്രത്തോളം നമുക്കൊക്കെ തന്നെ എന്താണ് ഒരു പൗരന്റെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണമേകാൻ വേണ്ടി എൻ്റെയും അങ്ങയുടെയും ഒക്കെ തന്നെ കീശയിൽ നിന്നും നികുതി പണമായി ഇവരെയൊക്കെ നമ്മൾ ഊട്ടുകയാണ്. അപ്പോൾ ഇപ്പം ഈ ക്രിമിനലുകളെ പാലൂട്ടി വളർത്തുകയാണ് ഇവരുടെ പണി. ശ്രീ അബ്ദുൾ മജീദ്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ ഏതാണ്ടൊക്കെ യോജിക്കുന്നുണ്ട്. ഒന്ന്, വളരെ കൃത്യമായി നമുക്ക് നാട്ടിൽ ഇപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ വന്നാൽ നാട്ടിൽ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ മഹല്ലി കമ്മിറ്റിക്കാരൊക്കെ കല്യാണം അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ തകർച്ച വരിക, ഒരു സൗന്ദര്യപ്പടക്കം ഉണ്ടാകുക, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നതിൽ ആദ്യമായി പ്രാഥമികമായി ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തും. അതിൽ നിന്ന് കിട്ടാതെ മുന്നോട്ട് പോവേണ്ടി വരുന്നത് നമ്മൾ ലീഗലായ വിഷയങ്ങൾക്കാണ്. അതിന് നിയമപാലകരാണ് നമ്മളെ സഹായിക്കേണ്ടത്. ആ കാര്യങ്ങൾ വളരെ കൃത്യമായി 28-ാം തീയതി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വളരെ കൃത്യമായി പോലീസിനകത്ത് വളരെ രേഖാമൂലം പരാതി നൽകുകയും പോലീസിനോട് അവിടുത്തെ പരിതസ്ഥിതികൾ, ആ ക്രിമിനൽ പശ്ചാത്തലം, ഈ വരന്റെ ക്രിമിനൽ പശ്ചാത്തലം വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അവിടെ ഉമ്മയെ ഇല്ലാണ്ടാക്കിയ ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ഉമ്മയെ ഇല്ലാണ്ടാക്കിയിട്ടുള്ള ആഷിക്കുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് അവിടെ അപകടമുണ്ട്.
ആ അപകടാവസ്ഥ കുട്ടിയുടെ മൊഴിയിൽ തന്നെ PR-നോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടി സംസാരിച്ചിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും അക്രമം ഉണ്ടാകുന്നുള്ളതും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പോലീസ് സമയബന്ധിതമായി ആ കുടുംബത്തെ ഇടപെടുകയും ഈ വിഷയത്തോട് നല്ലൊരു സമീപനം, നമ്മുടെ ക്രിമിനൽ സംവിധാനത്തെയോ അല്ലെങ്കിൽ ലഹരിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മൾ നോക്കൂ, അന്ന് താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾ എത്രയോ തവണ ആ ബിജു എന്ന് പറയുന്ന ആ SI വിളിച്ചു. കാരണം അങ്ങ് തന്നെ പറയുന്നുണ്ട് എത്രയോ തവണ വിളിച്ചു. ഇവനൊരു ക്രിമിനലാണ്, ഇവനൊരു അങ്ങേയറ്റത്തിന് ആഭാസനാണ്, അതിന്റെ തെളിവുകൾ സഹിതം പറഞ്ഞു. ഒരു കുഞ്ഞ്, ആ പെൺകുട്ടി എത്രയോ നാൾ ആ വീട്ടിൽ ഗതികെട്ട അവസ്ഥയിൽ നിന്നു. ഇതൊക്കെ പോയി പറയുകയാണ്, രേഖാമൂലമൊക്കെ തന്നെ പറയുകയാണ്. അപ്പോൾ ഇവർക്കും ഈ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ മക്കളില്ലേ? അവരൊന്ന് ചിന്തിക്കണ്ടേ? ഞങ്ങളുടെ ഒരു പെൺകുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ എത്രയോ സംഭവങ്ങൾ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നാട്ടിൽ മൊത്തം ക്രിമിനലുകൾ അങ്ങനെ പെറ്റി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ക്രിമിനലുകളൊക്കെ പുറത്ത് ചാടുന്നു, ലഹരിയുടെ അതിപ്രസരം. അപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം, കൃത്യമായ രീതിയിൽ പോലീസ് അതിനെ പ്രോസസ്സ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അതാണ് ഈ ഇന്നത്തെ അവസ്ഥയിൽ മുഖ്യമന്ത്രി അടക്കം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അടക്കം നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ച് ഇതാണ് പണിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ശ്രീ അബ്ദുൾ മജീദ്? തീർച്ചയായും അത് എന്താന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാനൊരു സാധാരണ ആ കുടുംബത്തിന്റെ ബന്ധു മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് 30 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഇപ്പോ പോലീസിന്റെ എല്ലാ പോലീസും അങ്ങനെയാന്ന് പറയുന്നില്ല. ചില പോലീസുകാരെ അടുത്തുള്ള ഒരു സമീപനം എന്താന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തകരെ കേൾക്കുന്നില്ല, പൊതുപ്രവർത്തകരെ മാനിക്കുന്നില്ല. ആ ഒരു സമീപനാണ്. നമ്മൾ നിരന്തരം കയറിയിറങ്ങാണ്, നിരന്തരം ഫോൺ ചെയ്യാണ്. ആ വിഷയത്തിന്റെ കാമ്പുണ്ടോ, വിഷയത്തിന് അടിസ്ഥാനമുണ്ടോ? മാത്രമല്ല ശ്രീ അബ്ദുൾ മജീദ്, ഈ പരാതി നൽകാൻ ചെല്ലുന്ന ആളുകളുടെ സമീപനം എടാ പോടാ, അവരെ വിളിക്കുന്നത്, പരാതി എല്ലാം വിളിക്കുന്നത് വരെ വേറെ ഭാഷയിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ സർക്കുലർ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പൊതുനിരത്തിൽ ഈ വഴിയിൽ ചെക്കിങ്ങിനൊക്കെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായ ഭാഷയിൽ, അല്ലെങ്കിൽ മാന്യമായി ഇങ്ങനെ താണ് വീണ് അങ്ങനെ ഓച്ചാനിച്ചൊന്നും പോലീസുകാർ നിൽക്കണ്ട, പക്ഷേ മാന്യമായി അവരോട് പെരുമാറാം. സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി ചെല്ലുന്നവരോട് എത്ര മാന്യമായി എത്ര പോലീസുകാർ പെരുമാറുന്നുണ്ട് ശ്രീ അബ്ദുൾ മജീദ്? തീർച്ചയായും ആ സർക്കാർ തന്നെ പലതവണ പറയുന്നു, ഇപ്പോ ഒരു വിഷയവുമായി സ്റ്റേഷനിൽ എത്തുന്നവർ മാന്യമായി പെരുമാറണം. ജനകീയ പോലീസ് ജനങ്ങളിലേക്ക് ഇറങ്ങണം. പോലീസ് അധികാരികൾ ജനങ്ങളെ കേൾക്കണം, അവരെ പരാതി സമയബന്ധിതമായി പരിഹരിക്കണം. ഇതൊക്കെ സർക്കുലർ ഉണ്ട്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്താണെന്നാണ്, പല പരാതികളും അവിടെ വാങ്ങി വെച്ചിട്ട് അതിന്റെ മുകളിൽ തീർപ്പ് കൽപ്പിക്കാത്ത എത്ര പരാതി ഉണ്ടെന്ന് ഒരു അവകാശം വെച്ചാൽ കൃത്യമായ ഒരു ആൻസർ ചെയ്താൽ ഈ താമരശ്ശേരി പോലത്തെ ഒരു വളരെ ഇപ്പോ ലഹരിക്ക് ഹബ്ബായിട്ടുള്ള ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ളൊരു താമരശ്ശേരി ആ തുല്യതയിൽ, ആ ഗൗരവത്തിൽ വിഷയം എടുക്കുകയാണെങ്കിൽ നിരവധി കേസുകൾ, മറ്റൊന്നല്ല ചില കേസുകളൊക്കെ, ലഹരിയുടെ കേസുകളൊക്കെ ഇവർ ഒത്തുതീർപ്പാക്കുന്നതിൽ എന്തോ ക്രമക്കേടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഗുരുതരമായ പരാതികൾ ശ്രീ അബ്ദുൾ മജീദ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഗൗരവത്തോടി, കാരണം ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട യോഗമൊക്കെ വിളിക്കുകയാണ് മുഖ്യമന്ത്രി. എന്താണ്? നാട്ടിൽ നടമാടുന്ന ക്രിമിനൽ വാസന ഇല്ലാതാക്കാൻ. അപ്പോൾ ഇങ്ങനെ ക്രിമിനലുകളെ പോറ്റുന്ന ചില പോലീസ് സേവകന്മാർ ഉണ്ടെങ്കിൽ അവരെ വെച്ച് പൊറപ്പിച്ചുകൊണ്ട് എത്ര ഇനി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അങ്ങ് എത്ര ഇനി ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാലും ഇവരൊക്കെ ആദ്യം പറയുമല്ലോ, ഈ തായ്വേരിങ്ങനെ മുരടിച്ചു പോയി. ആദ്യം അതാണ് നമ്മൾ നന്നാക്കേണ്ടത്. ശ്രീ ജോർജ് ജോസഫ് കൂടി റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഷിബില കേസ് ഇന്നിപ്പോൾ അറിയാമല്ലോ, ഒരു ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചയാണ് അവിടെ ബാലുശ്ശേരി പോലീസ് സംഭവിച്ചിരിക്കുന്നത്. അത് പറയാൻ കാരണം 8, 6, 7 തവണ ആ പാവം ആ അമ്മ പരാതി കൊടുത്തു ഈ തെമ്മാടിയായിട്ടുള്ള ഈ ക്രിമിനലിനെതിരെ. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെ ഒരു CI, ആ CI തന്നെ ഞാൻ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. കാരണം പോലീസിന്റെ വേഷം എടുക്കണമല്ലോ. ആ സർക്കിൾ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഏമാൻ വേറെ ഏതൊരു ഡ്യൂട്ടിക്ക് നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ് 6-7 തവണ എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അറിയില്ല, അദ്ദേഹത്തിന് ഈ ആസിഡ് ആക്രമണം ഉണ്ടായെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് പൊറിപ്പിച്ചുകൊണ്ട് ഈ കസേരയിൽ ഇരുത്തിക്കൊണ്ട് എന്ത് ക്ലീനിങ് പ്രോസസ്സ് നടക്കും ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, പോലീസ് അടിമുടി ഇനി മാറിയേ പറ്റുള്ളൂ. കാരണം നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്, കഴിവുള്ള ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിലുണ്ട്. പക്ഷേ പൊതുജനങ്ങളിലുള്ള പെരുമാറ്റം, ആ പൊതുപ്രവർത്തകർ നേരത്തെ അബ്ദുൾ മജീദിൻ്റെ വർത്തമാനം കേട്ടില്ല. കാരണം രാഷ്ട്രീയ കണ്ണുകളോടെ കണ്ട് രാഷ്ട്രീയക്കാർ പല പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങും. അതല്ല, അല്ലാതെ യഥാർത്ഥത്തിലുള്ള പൊതുപ്രവർത്തകരുണ്ട്. നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷനും പരിധിയിലുണ്ട്.
അവരെ തീർച്ചയായിട്ടും കേൾക്കണം. അവർ പറയുന്നത് അവിടെ ഇവർ രാഷ്ട്രീയം വെച്ചല്ല അവർ പറയുന്നത്. കൃത്യമായ കാര്യങ്ങൾ പോലീസിനെ അറിയിക്കാൻ തയ്യാറായാണ് അവർ വരുന്നത്. അപ്പോൾ നീതി നടപ്പാക്കുന്നത് അവരുടെ ഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സത്യസ്ഥിതി ഇതിൻ്റെ ഇന്നതാണ് വാദിയും പ്രതിയും പറയുന്നത് കേൾക്കണ്ട. പൊതുപ്രവർത്തകർ വരുമ്പം അത് യഥാർത്ഥ സത്യങ്ങൾ നമുക്ക് പോലീസിൽ ബോധ്യപ്പെടും. അപ്പോൾ അത് എന്തായാലും പോലീസ് ഇനി മാറി ചിന്തിക്കണം. പൊതുപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണം. കാരണം ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു. കാരണം കാര്യങ്ങളെല്ലാം കൈവിട്ട് കിടക്കുകയാണല്ലോ. ആസിഡ് എറിയുന്നു, വെട്ടിക്കൊല്ലുന്നു, കഞ്ചാവ് അടിച്ചിട്ട് വീട്ടിൽ വന്ന് എല്ലാവരെയും വന്ന് തല്ലിക്കൊല്ലുന്നു, എന്തെല്ലാം കാര്യം. അപ്പോൾ ഇത് അങ്ങനെ നടക്കുമെന്ന് ആ ഏരിയയിലുള്ള പൊതുപ്രവർത്തകർക്ക് അറിയാം. അവൻ്റെ സ്വഭാവം അവൻ വീട്ടിൽ കാണിക്കുന്ന പോലെയല്ല വെളിയിൽ കാണിക്കുന്നത്. ഇതെല്ലാം വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഈ പൊതുപ്രവർത്തകർ പലർക്കും തല്ലും കിട്ടി പലരെയും വെട്ടിക്കൊന്നിട്ടുണ്ട് ഇവന്മാർ. കാരണം അതുങ്ങൾ ധൈര്യസമേതം വരുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് എപ്പോഴും അങ്ങനെ ചിന്തിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു കാര്യത്തെപ്പറ്റി സത്യസന്ധമായിട്ട് ഒരാൾ ഒന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടത്. അതൊരു വരുന്നവരെ പൊതുപ്രവർത്തകരെ അവർ ഒരു മാനമായിട്ട് സ്വീകരിക്കാനും അവർ പറയുന്നത് ഒരു പേഷ്യൻ്റോടെ കേൾക്കാനും പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം. ഞാൻ മോശമായ സംസാരങ്ങൾ പലരും ആൾക്കാരെ എടാ പോടാന്നുള്ള വിളികൾ മാറി അതൊക്കെ മാറണം പോലീസ്. എന്നാണ് ഇത് ഭരിക്കുന്നത് ഇനി? കാരണം ഇപ്പോഴത്തെ ഈ നമ്മുടെ സമൂഹത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനും ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറാൻ കഴിയുന്ന എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ട് ശ്രീ ജോർജ് ജോസഫ്? ധൈര്യമായിട്ടൊരു പരാതി പറയാൻ വേണ്ടി അവിടെ ചെന്ന് നീതിപൂർവമായിട്ട് കേൾക്കുന്ന എത്ര ഉദ്യോഗസ്ഥരുണ്ട്? വളരെ കുറവല്ലേ? കാരണം അവിടെ നമ്മൾക്ക് SI CI തന്നെ വേണമെന്നില്ല. അവിടുത്തെ 2 പോലീസുകാർ വിചാരിച്ചാൽ ഒരു പോലീസ്. ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അപ്പോഴും പറയും എനിക്ക് 2 പോലീസുകാരുടെ ആവശ്യമുള്ളൂ. കാരണം അവരുന്ന ആൾക്കാരുടെ പരാതി പേഷ്യൻ്റായിട്ട് കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ 2 പോലീസുകാരും ധാരാളം മതി. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്പീഡിൽ പോയി നടപടി എടുക്കുക. ഒരു ദിവസം ഇപ്പം പഴയ പോലല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ 10, 30, 40 ഈ രീതിയിലുള്ള പരാതികളാണ് വരുന്നത്. അവർക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. പക്ഷേ അതിനകത്ത് ക്രീമായ കേസ് ഏതാണ്, അടിയന്തര ശ്രദ്ധ വേണ്ട ഏത് കേസാണെന്ന് അത് വായിക്കുമ്പോഴും അത് മനസ്സിലാക്കുമ്പോഴേ പോലീസുകാർക്ക് അറിയാം, അല്ലെങ്കിൽ SIക്കും CIക്കും അറിയാം. അതിന് പ്രാമുഖ്യം കൊടുത്ത് അത് തീർച്ചയായിട്ടും അന്നേരം തന്നെ ക്വിക്കായിട്ട് നടപടി എടുക്കണം. അല്ലാതെ 2 കൂട്ടരെയും വിളിച്ചുകൊണ്ട് വരുന്ന പരിപാടിയൊക്കെ നിർത്തണം. ഫീൽഡിലോട്ട് തന്നെ പോകണം, സ്പോട്ടിൽ പോകണം. പേടിയാണ് ഇവർക്ക് പോകാനെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ ഒരു സംഭവം പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുക്കുന്നത് ഞാൻ കുടുംബം ഈ ഫെബ്രുവരി മാസം നൽകുന്ന പരാതിയിൽ പറയുന്നുണ്ട് ഇവനൊരു ക്രിമിനലാണ്, ഇവൻ അവിടെ MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആലോചിക്കണം, നമ്മുടെ ഈ പ്രോസസ്സ് ഈ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ഒരു പീക്കിൽ ലഹരിയുടെയൊക്കെ ഒരു പീക്ക് ടൈമാണ്. അപ്പോൾ അവർ പറയാണ് ഇവൻ MDMA ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, ഇവനൊരു മോശമായ ഗ്യാങ് ഉണ്ട്. ആഷിഖ് എന്ന് പറയുന്ന ഇവൻ്റെ സുഹൃത്ത് ഒരു പെറ്റമ്മയെ കൊന്നവനാണ്, അവരുമായിട്ട് തോളി കൈയിടുകയൊക്കെ ചെയ്യുന്നവനാണ്. അപ്പോൾ ഇവൻ പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ഇവനിങ്ങനെ സ്വൈര്യമായിട്ട് വിട്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവന് ഭീഷണിയാണ്, ഞങ്ങളുടെ മകൾക്ക് ഭീഷണിയാണ്, ഞങ്ങളെ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ അവിടെ ഇരുത്തിയിട്ട് അവൻ്റെ തോളിൽ തട്ടി, ചായയെ ബൂസ്റ്റോ ഒക്കെ കൊടുത്തു വിട്ടോന്ന് അറിയില്ല, തോളിൽ തട്ടി അവനെ സെറ്റിൽമെൻറ്റ് ചെയ്യുകയാണ്. സെറ്റിൽമെൻറ്റിന് കുടുംബം തയ്യാറല്ല, കുടുംബം അവിടെ തയ്യാറായിട്ടില്ല. അങ്ങനെയാണ് ഒരു പോലീസ് സംവിധാനം വേണ്ടത്. അങ്ങനെയല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴത്തെ കാലത്ത് ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട എവൻ വന്നാൽ അവനെതിരെ കേസെടുത്ത് അവനെ റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്നത് ചന്താമരയുടെ കാര്യം അറിയാമല്ലോ നമുക്ക്. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജഡ്ജ്മെൻ്റ് എല്ലാം തെറ്റിപ്പോയില്ലേ? അവൻ ഇറങ്ങി പിന്നെ 2 പേരെ കൊന്നില്ലേ? ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ഭീഷണി ഒരിക്കലെങ്കിലും അവൻ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേരിയബിളായിട്ട് കൃത്യമായി അവനെതിരായിട്ട് കേസെടുക്കണം. അവനെ ജാമ്യത്തിൽ വിടരുത്, അവനെ വാൺ ചെയ്യരുത്. ഒത്തുതീർപ്പൊന്നും നടക്കത്തില്ല. ഡ്രഗ്സ് അടിക്കുന്നവരുടെ എന്തോ ഒത്തുതീർപ്പാണ്? അതിനൊന്നും പോലീസ് തയ്യാറാകരുത്. കാരണം കേസിലോട്ട് തന്നെ പോകണം. ഭയം ഉണ്ടാവും പോലീസിനപ്പം. കാരണം അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന് കേസെടുത്ത് ഇവനെ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് ഇവനെ ജാമ്യത്തിൽ ഇറക്കുന്നത് കൂടെ നോക്കണം. അത് ഈ ഡ്രഗ്സ് ഇവൻ്റെ വിൽക്കുന്നവരോ ഇവൻ്റെ കൂട്ടുകാരായ ആൾക്കാരാണ് ജാമ്യക്കാരെ ഒപ്പിക്കുന്നത്. അവന്മാരോടെ തട്ടി അകത്ത് വിടണം. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറ്. ജാമ്യക്കാർ ക്രിമിനലിന് ഒരു ഗുണ്ടയ്ക്ക് എപ്പോഴും വന്ന് ജാമ്യം നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെതിരായിട്ട് നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ അങ്ങ് അകത്ത് പോയി. അതുപോലെ ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ കേസെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജാമ്യത്തിന് വരുന്ന ആരാണ്? അതങ്ങനെ ജാമ്യം നിൽക്കണ്ട, അതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ അത് തന്നെയല്ലേ പോലീസ് കുറച്ചുകൂടെ നേരത്തെ പോലെ അല്ല, കുറച്ചുകൂടെ ഒരു ശാരീരികമായ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഇപ്പം ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ, കുട്ടികളെ സ്കൂളിലെ അധ്യാപകരെ ശിക്ഷിക്കണം, ചൂരൽവടി വേണം. പോലീസിലെ പണ്ട് പോലെ അങ്ങനെയാണ്, നമ്മൾ മർദ്ദിച്ചവനെ അവസാനാക്കാനുള്ള ആ കണ്ണുരുട്ടൽ ഭയം ഉണ്ടാകണം. എങ്കിലേ എല്ലാവരും, അപ്പോൾ കുട്ടികൾക്കിടയിലാണെങ്കിലും
പി വി കുഞ്ഞികൃഷ്ണൻ ജസ്റ്റിസ് പറഞ്ഞുവല്ലോ, ചൂരലിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞല്ലോ. കാരണം അത് അവിടെ കയ്യിലെങ്കിലും വെച്ചേക്കണം എന്ന് പറയുന്നത് പോലെ ഇത് പാവപ്പെട്ടവൻ്റെ മണ്ടയ്ക്ക് തല്ലാനുള്ളതല്ല. പരാതിയുമായി ചെല്ലുന്നവനെ പരിഗണിക്കണം. എന്താണ് പരാതി? നേരത്തെ ജോർജ് ജോസ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ നല്ല ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ആ പരാതി വായിക്കുമ്പോൾ എവിടെയൊക്കെയാണ് പാളിച്ചകളെന്ന് സ്വാഭാവികമായും മനസ്സിലാകും. ഏതാണ് യുക്തിയും ഉള്ളത്, യുക്തിരാഹിത്യമായിട്ടുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധി ഉള്ളതുകൊണ്ടാണല്ലോ ഈ പാസിംഗ് ഔട്ടൊക്കെ പരേഡൊക്കെ കഴിഞ്ഞ് ഈ യമാന്മാരെ അവിടെയൊക്കെ ഇരുത്തിയേക്കുന്നത്. അപ്പോൾ എവിടെയാണ് പിഴയ്ക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ? കാലോചിതമായ മാറ്റം വേണം. അവർക്ക് സേനയ്ക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ മാനസിക നില, എന്താ പറയുക, മെൻറ്റാലിറ്റി മാറ്റാൻ എന്ത് ചെയ്യും? അത് ഞാൻ അതേപ്പറ്റിയാണ് വളരെയധികം ആലോചിക്കുന്നത്. കാരണം അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. കാരണം ഡിസിപ്ലിൻ്റെ ഫോഴ്സ് ആണെങ്കിലും വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊരു മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും കുഴയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെയാണ് തെറ്റുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലെ SHO സർക്കിൾ എന്ന് പറയുന്ന അയാൾ വിചാരിച്ചാൽ മാത്രമേ ആ പോലീസ് സ്റ്റേഷനിലെ ഓരോ സ്റ്റാഫും നന്നാവുള്ളൂ. അത് മെമ്മോ കൊടുക്കേണ്ടവൻ അപ്പം കൊടുത്തിരിക്കണം. പറഞ്ഞാൽ കേട്ടില്ല അതനുസരിച്ച് ചെയ്യണം. ഒരു കൃത്യമായിട്ടൊരു സ്ഥലത്ത് അന്വേഷിക്കാൻ വിട്ട് കഴിഞ്ഞാൽ തെറ്റായിട്ടൊരു റിപ്പോർട്ട് അയാൾ കാശോ എല്ലാം വാങ്ങിച്ച് നമ്മുടെ അടുത്ത് തന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസം വേണം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ നന്നാകില്ല. SHOമാരെ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ. കാരണം ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, SHOമാർ കൃത്യമായിട്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടർ ആകരുത്. അത് അങ്ങനെ ഒരു പരിഷ്കാരം ഇവിടെ നടത്തിയിട്ടാണ് ഈ കുഴയെല്ലാം വന്നിരിക്കുന്നത്. കാരണം ഒരു സ്മാർട്ടായ SI റിക്രൂട്ട് ചെയ്ത് വരുന്നവനെ കുറച്ച് അതിക്രമമൊക്കെ കാണിക്കും, പക്ഷേ ക്രിമിനൽസിന് എല്ലാവർക്കും ഭയമായിരിക്കും. ഈ ഗുണ്ടകൾക്ക് എല്ലാവർക്കും ഭയമാണ്. അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് വിൽക്കുന്നവർക്കും ഭയമാണ്. ഷേഡി ക്യാരക്ടേഴ്സൊക്കെ അവിടുന്ന് വിട്ടുപോകും. നമ്മളൊക്കെ തിരുവനന്തപുരം സിറ്റിയിൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ രാത്രി തന്നെ ഗുണ്ടകളുടെ വീട് അന്വേഷിക്കുകയാണ്. അവന്മാരെല്ലാം എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്. പിന്നെ അവിടെ കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു നടപടിയിലിട്ട് SHOമാർ വരണം. SHOമാരെ കൃത്യമായിട്ട് സബ് ഇൻസ്പെക്ടറെ തന്നെ പോസ്റ്റ് ഗവൺമെൻറ് മാറി ചിന്തിക്കണം അത്. കാരണം ഒരു SI ആയിട്ട് കുറേ 8-10 വർഷം ജോലി ചെയ്ത് കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ വീര്യമൊക്കെ പോയി. അയാൾ പിന്നെ ഒരു സർക്കിളായിട്ട് അവിടെ വന്ന് ഇരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സ്മാർട്ടായിട്ട് ഫീൽഡിൽ അയാളെ കിട്ടത്തില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം, SHOമാർ സബ് ഇൻസ്പെക്ടറായിട്ട് റിക്രൂട്ട് ചെയ്ത് വരുന്നവരെ തന്നെ കേരളത്തിൽ വീണ്ടും ആക്കണം. നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. കാരണം ഈ ഗുണ്ടകളൊന്നും ഇതുപോലെ അഴിഞ്ഞാടത്തില്ല. CAമാരൊക്കെ ആകുമ്പോൾ അവർ അഴിഞ്ഞാടും. കാരണം കുറേയൊക്കെ അവർ ക്ഷമിക്കും. അവർക്ക് 10-40 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, ചിന്താഗതി മാറി. ക്രിമിനലിനെ ആ രീതിയിൽ തന്നെ കാണണം, അവനെ അടിച്ചൊതുക്കാനും നിയമപരമായി അവനെ തട്ടി അകത്ത് വിടാനുള്ള മനസ്സുള്ള ആ ചെറുപ്പക്കാരായ തന്നെ വേണം. എല്ലാത്തിനും അതിൻ്റെതായ പരിവപ്പെട്ട ഒരു സാഹചര്യം ഒരുക്കണം. അതാണ് ഭരണകൂടത്തിൻ്റെയും ഈ പോലീസിംഗ് എന്ന് പറഞ്ഞ വളരെ ഒരുപക്ഷെ കൈകാര്യം ചെയ്യേണ്ട രീതിയുണ്ട്. ദിനേശ് TK ബാലുശ്ശേരി CA അത് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല. താങ്കളുടെ മുന്നിലേക്ക് എത്തിയ 6-7 പരാതികൾ ഉണ്ടായിരുന്നു എന്ന് ആ അമ്മ പറയുന്നുണ്ട്. ആ അമ്മയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് താങ്കളത് മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ ഇങ്ങനെ ആസിഡ് ആക്രമണം അറിയാമല്ലോ, അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. ആസിഡ് പുറത്തേക്ക് വീഴുമ്പോഴുണ്ടാകുന്ന വേദന. ആ കൊടും ക്രിമിനൽ നേരത്തെ സ്വന്തം ആ മകനെ ഈ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊടും ക്രിമിനലാണ്. അപ്പോൾ ചെന്താമരയെ പോലെയൊക്കെ തന്നെ അവർക്കൊക്കെ പാലൂട്ടി വളർത്താതെ ഇത്തരം കാലോചിതമായ ഇടപെടൽ എടുത്തിരുന്നെങ്കിൽ ഈ ക്രൈം ഉണ്ടാകില്ല. പരാതിയുമായി എത്തുന്ന ഇരകളെ പോലീസ് എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആൻസൺ അലക്സാണ്ടർ, കാരണം പല കേസുകളിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും പ്രതികൾ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ റിമാൻഡിലോ അല്ലെങ്കിലൊക്കെ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും അവർ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയും ഇല്ലാതാക്കപ്പെടുമോ എന്ന ഒരു വല്ലാത്തൊരു സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ ഓരോ കുടുംബങ്ങളും. കാരണം നീതി പൂർണ്ണമായി അവർക്ക് ലഭ്യമാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറുന്നുണ്ടോ? കാരണം ഷിബിലയുടെ കുടുംബം പറയുകയാണ്, അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പലരും വിലപിക്കുന്നുണ്ട്, അവനെ അന്നേ എടുത്തിരുന്നെങ്കിൽ, കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ, ഞങ്ങളുടെ പരാതികൾ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും തുടർ മരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്ന്. അപ്പോൾ ഒരു വല്ലാത്തൊരു സാഹചര്യം പരിഗണിക്കപ്പെടേണ്ടതല്ലേ സ്റ്റേറ്റ്? പ്രജീഷ്, ഇതിൻ്റെ അകത്ത് പോലീസിന്റെ ഏറ്റവും വലിയൊരു ധൈര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, തങ്ങളുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായാലും തനിക്കെതിരെ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ളൊരു ധൈര്യം. അത് നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം പോലീസുകാർക്കും ഉണ്ട്. ഇനി ഒരു സേനയിൽ ഒരു കുറ്റക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും അവനെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം കൂട്ടം ചേർന്ന് നിന്ന് അവനെ സംരക്ഷിച്ച് അവനെ ചേർത്ത് നിർത്തുന്ന, അതായത് ക്രിമിനലായിട്ടുള്ള ഒരു പോലീസുകാരനെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു രീതിയാണ് പോലീസിനുള്ളത്. ഇനി പോലീസിനെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ അത് അന്വേഷിക്കുന്നത് പോലീസ് തന്നെയാണ്.
അപ്പോൾ ഇവിടെ എല്ലാം തന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, എനിക്ക് സാധാരണ മനുഷ്യനായിട്ടുള്ള എനിക്കെതിരെ ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ മാത്രം ആവശ്യമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറി ഇറങ്ങി നടന്ന് നരകിച്ച് എനിക്ക് അവസാനം നീതി കിട്ടത്തില്ല എന്നുള്ള ഒരവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് വല്ലാത്തൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മനപ്രയാസവും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഒരല്പസമയം ഒരു തുറന്ന മനസ്സോടുകൂടി ഈ വരുന്ന വ്യക്തികളെ കേൾക്കാനും അതിൻ്റെ അകത്ത് എത്രയോ ക്രിമിനലുകളെയും എത്രയോ നല്ലവരായിട്ടുള്ള മനുഷ്യരെയും അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരന് ഒരു പരിധിവരെയെങ്കിലും ഇത്തരത്തിലുള്ള സ്യൂഡോ കേസുകളെയും അല്ലാത്ത കേസുകളെയും കണ്ടെത്താൻ പറ്റും. ഇതിപ്പോൾ നമ്മളിതെല്ലാം പറഞ്ഞു പോകും. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു സ്യൂഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പരാതി വന്ന് അതിന്റെ മേലിൽ FIR ഇട്ടിട്ട് ഈ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ മുകളിൽ കുതിര കയറുന്ന ഒരു സാഹചര്യം ഇതേ പോലീസ് തന്നെ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഒന്നുകിൽ പോലീസിന് കൃത്യമായിട്ടുള്ള കോമ്പീറ്റൻസി ഇല്ല, ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള കഴിവും ട്രെയിനിങ്ങും അവർക്ക് കിട്ടുന്നില്ല. അതല്ല എങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദിത്വപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നല്ലേ ഇതിൻ്റെ അകത്തുള്ള ശരിക്കുള്ള ഒരു കാരണം? അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു നീതിയുടെ നമ്മളൊരു സാധാരണക്കാരന് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ്. പൊതുപ്രവർത്തകരെ അടുപ്പിക്കത്തില്ല. രാഷ്ട്രീയക്കാര്, വളരെ വലിയ രാഷ്ട്രീയക്കാർ വരുന്ന സമയത്ത്, ചില തരത്തിലുള്ള സ്വാധീനങ്ങൾ വരുന്ന സമയത്ത് സാധാരണക്കാർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള നീതികളും മാറ്റി കൊടുക്കുന്നു. സാധാരണക്കാർക്ക് ഭയമില്ലാതെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ നീ എന്തിനാ വന്നത്, അല്ലെങ്കിൽ നീ അങ്ങോട്ട് മാറി നിൽക്കും, നീ അവിടെ നിൽക്കും, നിനക്ക്, അതായത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എനിക്കൊരു ശിക്ഷയായിട്ട് മാറുകയാണ്. എനിക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി ഒരുപാട് വിഷമത്തോടു കൂടി ചെന്ന് എന്നെ വീണ്ടും ശിക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ ഇരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിലുള്ള നടപടികളും നല്ല രീതിയിലുള്ള പരിശീലനങ്ങളും വേണം. പോലീസിന്റെ മുഴുവൻ സേനയുടെ മാനസികാരോഗ്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ശ്രീ അബ്ദുൾ മജീദ്, ഷിബില കേസിൽ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, അതോടുകൂടി കാര്യങ്ങളൊക്കെ നടപടിയൊക്കെ തീർന്നോ? നമുക്കിത് മാതൃകാപരമായ രീതിയിൽ കാര്യങ്ങൾ വേണ്ടേ? അവിടെ ഒരുപാട് പേര് ഈ പറഞ്ഞ രീതിയിൽ മേൽത്തസ്തികയിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ എതിരെ അവരൊക്കെ ഇപ്പോൾ ഈ കസേരയിൽ ഇരുന്നാണ് നീതി നടപ്പാക്കുന്നത്. തീർച്ചയായും അവിടെ ഒരു സ്റ്റേഷനിലെ കംപ്ലൈന്റിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് SHO ആണ്. SHO ആണ് ഈ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കേണ്ടതും അതിന് കാര്യങ്ങൾ നീക്കേണ്ടതും. പക്ഷെ തൽക്കാലം ഒരു PROനെ കരുവാക്കി ഒരു താൽക്കാലിക ജാമ്യം എടുത്തുന്നേ പറയാൻ കഴിയൂ. പ്രിൻസിപ്പൽ SIനോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതാണ്. SHOനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്. അയാളെ കാണാൻ വേണ്ടി 3 തവണ പോയി. 2-3 തവണ ഞാൻ ഫോണിൽ അറ്റൻഡ് ചെയ്തു. 3 നിരവധി തവണ ഫോൺ വിളിച്ചത് കിട്ടിയില്ല. അപ്പോ അബ്ദുൾ മജീദ്, ഞാനും അവിടെ തിരിക്കുന്ന ഈ SHOയെ നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ രണ്ട് വശങ്ങളും ചിന്തിക്കണമല്ലോ. അബ്ദുൾ മജീദ് പറഞ്ഞതനുസരിച്ച് ഞാനന്ന് ഈ SHOയെ മാറി മാറി വിളിച്ചു, 4-5-6 തവണ വിളിച്ചു, ഫോൺ എടുത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പറയുക, ഫോൺ പോലും എടുക്കാൻ കഴിയാത്ത ഒരു SHOയാണ് ആ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. വല്ലാത്ത മറ്റൊരു ഗതികേട്. ഇന്ന് ഇവിടുത്തെ SHO കാണിച്ചത്, ബാലുശ്ശേരിയിലെ SHO എന്തായാലും മാന്യനായ ഈ ഫോണിന്റെ കാര്യത്തിൽ, ഫോൺ എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മാന്യനാണെന്ന് തോന്നുന്നു. വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്, 8 തവണ കേസ് എടുത്ത കാര്യം തനിക്കറിയില്ല, മാത്രമല്ല ഇവിടെ ആസിഡ് ആക്രമണം ഉണ്ടായത് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയാൻ രണ്ട് വിചിത്രമായ സാഹചര്യങ്ങളാണ് ശ്രീ അബ്ദുൾ മജീദ്. ഇതൊക്കെ നമ്മളങ്ങ് അനുഭവിക്കുക എന്നല്ലാണ്ട് എന്താ പറയുക? തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. ഇപ്പോ ഞാൻ അന്ന് മനസ്സിലാക്കുന്ന ഒരു വികൃതമായ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിയെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിന്നാണ് ഈ പുള്ളിനെ പിടിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിന്ന് പുള്ളിനെ പിടിക്കപ്പോ താമരശ്ശേരി സ്റ്റേഷൻ, ഞാൻ SHOനെ വിളിച്ചിട്ടില്ലേ, താമരശ്ശേരി സ്റ്റേഷനുമായി കണക്ട് ചെയ്ത് ഈ പുള്ളിയെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിന്ന് രാത്രി ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയുള്ള സമയത്ത് പിടിച്ചിട്ടുണ്ട്, അവിടെ ആൾക്കാർ കൂടി നിന്ന് പിടിച്ചു, അങ്ങനെ പോലീസ് വന്നു കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ വിവരം താമരശ്ശേരി സ്റ്റേഷനിൽ അറിയാൻ സമയമെടുത്തു എന്നാണ്. അത്രയും വിചിത്രമാണ്. ഒരു കംപ്ലൈന്റിന്റെ മുകളിൽ കാര്യഗൗരവം ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പൊതുപ്രവർത്തകരെ മാനിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഒരു വിഷയത്തിനകത്ത്, ഒരു ക്രമസമാധാനം നഷ്ടപ്പെടുന്ന വിഷയത്തിനകത്ത് ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സമീപിക്കുന്നില്ല നീതിപാലകർ എന്ന് നല്ല പ്രതിഷേധമുണ്ട്.
തീർച്ചയായും അതാണ് വളരെ നമ്മൾ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട പോയിന്റ്. സമയക്കുറവുണ്ട്. അവസാനമായി ശ്രീ ജോർജ് ജോസഫ്, ട്രെയിനിങ്ങിന്റെ പ്രശ്നമാണോ, എന്താണ് ഇനി ഒരു മാറ്റം ഇവർക്കൊക്കെ വേണ്ടത്? ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ, ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത 4-5 തവണ ഇങ്ങനെ ആളുകളൊക്കെ തന്നെ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ അയൽവക്കക്കാരനെ തല്ലുന്നു, കൊല്ലുന്നു എന്നൊക്കെ നിൽക്കുന്ന സമയത്ത് ആ 4-5-6 തവണയൊന്നും വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാത്ത SHOമാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറിയോ അല്ലെങ്കിൽ DGPയോ പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുക്കുന്നത് SHOമാർ തന്നെയായിരിക്കണം. അവിടുത്തെ ഇവിടുത്തെ അവർ ഒഴിവാകാൻ വേണ്ടി അവിടുത്തെ GD ചാർജ് അല്ലെ മറ്റേ അക്കൗണ്ട്സുകളെ കൊണ്ട് അല്ലെ അവിടുത്തെ സെന്ററിൽ നിൽക്കുന്നവരെ കൊണ്ട് ഫോൺ എടുപ്പിക്കും. ഈ പരിപാടി കേരളത്തിൽ നിർത്തണം. ഞങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ അറിയാതെ ഒരു കാര്യം മൊബൈൽ നമ്പറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇല്ല, പോലീസ് സ്റ്റേഷനിലെ ആ ഫോണും അവരുടെ പേഴ്സണൽ നമ്പർ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതല്ലേ. ഇത് രണ്ട് നാട്ടുകാർക്ക് അറിയാമല്ലോ. പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണും ഉണ്ടാവും, അവരുടെ മൊബൈൽ ഫോണും ഉണ്ടാവും. അത് SHOയുടെ മൊബൈൽ ഫോൺ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവർ തന്നെ ഫോൺ എടുക്കണം. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ SHO അറിഞ്ഞേ മാത്രമേ ആരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അയാൾ തീരുമാനിക്കണം. ഇവിടെ വരുന്ന ആ പെറ്റീഷനിൽ ഇയാൾ നോക്കൂല. അവിടെയുള്ള ജൂനിയേഴ്സായ പല ആൾക്കാർ അത് വീതിച്ചെടുത്ത് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനിയും ആൾക്കാർ ധാരാളം നഷ്ടപ്പെടും നമുക്ക്. കാരണം കൃത്യമായ രീതിയിൽ SHO ആളെ ഇൻട്രസ്റ്റ് ചെയ്ത് ആളെ വിളിപ്പിച്ച് അയാൾ തന്നെ ഡിസ്കസ് അല്ല, ശ്രീ ജോർജ് ജോസഫ് കേട്ടുവല്ലോ, ചില ആളുകൾ പറയുന്നുണ്ട് നല്ല ഉദ്യോഗസ്ഥരാരും ഈ ലോ ആൻഡ് ഓർഡർ ഏൽക്കാൻ വേണ്ടി വരുന്നില്ല. പലർക്കും വേറെ അവർ ചോദിച്ചു വാങ്ങി പോകുന്നുണ്ട്. കാരണം ഈ മണോളിക്കാവ് സംഭവം കേട്ടില്ല, പോലീസിന്റെ മുറയിലുമായി ബന്ധപ്പെട്ട് ആർക്കാണ് അവിടെ പ്രയോറിറ്റി, അവിടെ അത് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ എവിടെയാണ് ഒരു മാറ്റം വളരെ ക്രിയാത്മകമായി നമ്മൾ ചിന്തിക്കേണ്ടത്? നാടിങ്ങനെ പോയാൽ മതി? വളരെ ചുരുക്കി എല്ലാ ലെവലിലും DGP മുതൽ താഴോട്ട് ഞാൻ അതുകൊണ്ടാണ് പറയണത്, പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുക്കുന്നത് പോലീസുകാരെ കൊണ്ട് എടുപ്പിക്കുക. നമ്മൾ വ്യത്യാസം ഉണ്ടാവും. അവിടുത്തെ SHOയ്ക്ക് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അയാൾ അറിയാതെ ഒരു കാര്യം നടക്കല്ലേ. ഒരുത്തിനെതിരായിട്ട് ഒരു കേസ് എടുക്കണമെന്ന് ഇയാളുടെ മനസ്സിൽ കൂടെ വന്നെങ്കിലേ പറ്റുള്ളൂ. അവന് 8 പ്രാവശ്യമൊക്കെ പരാതി കൊടുത്തിട്ടും അനങ്ങാതിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ SHO ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ സംവിധാനം അടിമുടി മാറിയേ പറ്റുള്ളൂ. നിലവിലെ DGP ആരെന്ന് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതാണ് പേര് പോലും അദ്ദേഹത്തിന്റെ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. നിലവിലെ DGP ആരെന്നുള്ള കാര്യത്തില് അല്ല, എല്ലായിടത്തും അങ്ങ് അങ്ങനെയാണ്. ആരെവിടെ ഇരിക്കുന്നു എന്ത് ചെയ്യുന്നു ആർക്കും അറിയത്തില്ലേ. ഇത് ചുമ്മാ ഒരു തട്ടിപ്പ് മേഖല പോലെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ. കാരണം ദൈനംദിനമായി പോലീസ് സ്റ്റേഷനിലെ ഓരോ സംഭവങ്ങൾ എത്ര മർഡറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊരു രീതിയിലുള്ള അറ്റാക്കാണ് സ്ത്രീകളെയും കുട്ടികൾക്കെതിരായിട്ട് വരുന്നത്. അവനെയൊക്കെ പിടിച്ചിട്ട് ഒരു വാൺ ചെയ്തിട്ട് ഒത്തുതീർപ്പാന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ അവനും നന്നാകത്തില്ല, നാട്ടുകാരും നന്നാകത്തില്ല, ആരും ഇവനെ പിടിച്ച് അകത്തിടണ്ടേ. അതിനുള്ള ഒരു നിയമ സംവിധാനം വേണ്ടേ, അത് ഇനിഷ്യേറ്റ് ചെയ്യണ്ടേ. ആരും ചെയ്യില്ല. അത് പേടിച്ചിട്ടാണോ മേളിൽ നിന്നുള്ള ഓഫീസർമാരെ വഴക്ക് കിട്ടുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ ഇപ്പം തന്നെ കണ്ടില്ലേ, ദൈനംദിനം എല്ലാ പോലീസും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ പോയാൽ ശരിയാകില്ല. ഇരകൾ മുന്നിലേക്ക് എത്തുമ്പോൾ അവരുടെ പരാതി ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ പല ജീവനുകളും ഇപ്പോൾ ഇല്ലാതാകുമായിരുന്നില്ല. ഏറ്റവും ഒടുവിലായി ആസിഡ് ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ ഉദാഹരണം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്. അവിടെ അഡ്വക്കേറ്റ് ആൻസൺ അലക്സാണ്ടർ, ഷിബിലയുടെ ബന്ധുവായ അബ്ദുൾ മജീദ്.